ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എവിടെയാണെന്ന്. അതൊക്കെ ഞാൻ പുറകാലെ വേറെ വീഡിയോ ഇടാം. അപ്പോൾ ഇത് നാട്ടിൽ വെച്ചുള്ള കല്യാണത്തിന് പോയ വീഡിയോയാ. നല്ല അടിപൊളി ഒരു കല്യാണം എന്ന് വെച്ചാൽ ആ സ്ഥലമൊക്കെ നല്ല കടൽ തീരമൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് 2-3 ദിവസം വീഡിയോ എടുക്കാൻ പറ്റില്ല. ദൈവം സഹായിച്ച ദൈവമേ, ഞാൻ ചിന്തിച്ചില്ല എനിക്ക് ഇത്രയും യാത്രകൾ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ വോമിറ്റിങ്ങിൻ്റെ മെഡിസിനൊക്കെ എടുത്തോണ്ടാ പിന്നെ യാത്ര ചെയ്തേ. അപ്പോൾ വോമിറ്റിംഗ് ഒന്നും ചെയ്തില്ല. പക്ഷേ നമ്മളിങ്ങനെ ഉറങ്ങി ഇരിക്കുമെന്ന്, അല്ലാതെ വോമിറ്റിംഗ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ നല്ല ട്രാവലിംഗ് ആയിരുന്നു. പക്ഷേ ഇത്രയും നേരമൊക്കെ ഇരുന്നൊക്കെ അഞ്ചലിയിൽ നിന്ന് എറണാകുളം വരെ ഒരു ഞങ്ങൾ 9:10-25 ട്രെയിൻ. പക്ഷേ ഇച്ചിരി ലേറ്റായിരുന്നു. ഞങ്ങൾ എത്തി 1:30-2 മണിയോളം ആകാറായി. പിന്നെ അവിടുന്ന് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന റീക്ക ക്ലബിലേക്ക് ഒരു 45 മിനിറ്റോളം ഉണ്ടായിരുന്നു. അതെല്ലാം ഇരുന്ന് ആകെ ഒരു ഊപ്പാടായെന്ന് വെച്ചാൽ ഒരു ഊപ്പാടായി. പക്ഷേ ഇവർക്കൊന്നും അങ്ങനെ കുഴപ്പമില്ല കേട്ടോ, അവരൊക്കെ യാത്ര ചെയ്ത് ശീലമുള്ളവരാ. പക്ഷെ എന്നെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. എന്നാലും ഇത്രയൊക്കെ പറ്റി. ഇപ്പം ഇവിടെ വന്ന് ബൈക്കിനൊക്കെ ഇത്തിരി പ്രോബ്ലമൊക്കെ ഉണ്ടെന്നാലും കുഴപ്പമില്ല, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ ആക്കത്തുള്ളൂ. അപ്പോൾ അന്നത്തെ ആ കല്യാണത്തിൻ്റെ വീഡിയോയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഡാഡിക്കാന്നേലും നാട്ടിൽ പോയി എല്ലാവരെയും കാണാൻ പറ്റി. ഡാഡിയുടെ സിസ്റ്ററേയും അനന്തരവന്മാരെയും എല്ലാവരെയും. ഇനി എപ്പോഴെങ്ങനെ ഇനിയൊരു പോക്ക്, കാരണം ഡാഡിയുടെ കയ്യിലത്തെ ഞങ്ങളിപ്പോൾ നാട്ടിലായതുകൊണ്ടാണ് ഡാഡിയും കൂടെ കല്യാണത്തിനായിട്ട് വന്നത്. അപ്പോൾ ഇനിയും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞങ്ങൾ ഇനി കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ മുകളിലും ഫസ്റ്റ് ഫ്ലോറിലും പോളും ഡാഡിയും ഗ്രൗണ്ട് ഫ്ലോറിലും. അപ്പം ഞങ്ങൾ താപ്പോട്ട് അവിടെ റൂമിലോട്ട് പോവുക. ഡാഡി ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു 9:30 ആകുമ്പോൾ ഇറങ്ങണമെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് ഒരു 3/4 മണിക്കൂർ 1 അവറോളം ഉണ്ടായിരുന്നു കല്യാണത്തിൻ്റെ സ്ഥലത്ത്. അപ്പം ഞങ്ങളിപ്പോൾ ഇറങ്ങി താഴോട്ട് പോവുക. ഇന്നലെ രാത്രി മൊത്തം ഭയങ്കര ഇടിയും മിന്നലും. ഇവരൊന്നും അറിഞ്ഞില്ല. ഞാൻ ചിന്തിച്ച് രാവിലെ എങ്ങനെ പോകുമെന്ന്. അത്രയ്ക്കുള്ള പെരുമഴയെന്ന് വെച്ചാൽ പെരുമഴയായിരുന്നു. എന്തോ ഇടിവെള്ളം, വെള്ളമാണെങ്കിൽ വലിയ വലിയ ഓരോ ഡോട്ടിലാണ് വീഴുന്നത്. അപ്പോൾ റീച്ചൻ ഇവർ വന്ന് ഡാഡിയുടെ ആഗ്രഹം കൊണ്ട്, എല്ലാവരെയും കാണാനുള്ള ആഗ്രഹം കൊണ്ടൊക്കെ വന്നതാണ്. ഞങ്ങൾ ഒരുങ്ങി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, അവിടെ ബൊഫേ സിസ്റ്റമായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാം. എന്താ വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ച് അവിടെ കുറേ വെറൈറ്റി ഡിഷസുകളുണ്ട്. റീച്ചാൻ ഡാഡിക്ക് ഇഡലിയൊക്കെ ഒന്ന് പീസാക്കി കൊടുത്തു. അപ്പോൾ ഷർട്ടയിലൊന്നും വീഴാതിരിക്കുമല്ലേ. നല്ല ടേസ്റ്റുള്ള ഫുഡുകളായിരുന്നു എന്തുവാന്നേലും. ബ്രേക്ക്ഫാസ്റ്റിന് ബോയിൽഡ് എഗ്ഗുണ്ട്, പിന്നെ ദോശയുണ്ട്, ചമ്മന്തിക്കറിയുണ്ട്, ഇഡലിയുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ആലു പൊറാട്ട ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തൈരും സിസ്വൻ ചട്നിയും. നല്ല ചൂടെല്ലാം ഉള്ളത്. ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ട്, ഓംലെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കഴിക്കേണ്ടിയടുത്ത് കോൺഫ്ലെക്സ് ഉണ്ട്. കോൺഫ്ലെക്സിന് ഇവിടെ മിൽക്ക് കോൾഡും ഉണ്ട് ഹോട്ടും ഉണ്ട്. മിൽക്ക് അവിടെ സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ മിൻറ്റ് ലീഫ്, ഈ കുക്കുംബറൊക്കെ ഇട്ട വാട്ടർ അതും വെച്ചിട്ടുണ്ട്. നോർമൽ വാട്ടറും ഉണ്ട്. വേണ്ടിയവർക്ക് ഇതിൽ നിന്ന് ഇത് കുടിക്കാം, അല്ലാതെ നോർമൽ വാട്ടർ വേണേൽ നോർമൽ വാട്ടർ കുടിക്കാം. പിന്നെ വാട്ടർ മിലൻ്റെ ജ്യൂസുണ്ട്, ഫ്രഷ് ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നീട് കോഫി, ടീ. അപ്പം കോഫിയും ടീയൊക്കെ അവർ പൗഡർ, ഷുഗർ മാത്രം ഇട്ടിട്ടില്ല, ബാക്കിയെല്ലാം ആഡ് ചെയ്താണ് വെച്ചേക്കുന്നത്. അപ്പം ഞാനിത് നോർമൽ സൗണ്ടായിരുന്നു കൊടുത്തത്. അപ്പോൾ അവിടെ മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കോപ്പിറൈറ്റ് ആകുമെന്നും പറഞ്ഞ് ഞാൻ പിന്നെ വോയിസ് കൊടുത്തതാണ്. അല്ലായിരുന്നെങ്കിൽ മറ്റേത് കേൾക്കാനായിരുന്നു ഒന്നുകൂടെ നല്ലത്. പിന്നെ ഫ്രഷ് വാട്ടർ മെലണും പൈനാപ്പിളും ഉണ്ട്. അപ്പം നമ്മൾ അവിടെ ഇവരുടെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ എല്ലാം കഴിഞ്ഞു. അവിടെ ഒരുങ്ങിയിരുന്നാൽ മതി. അവിടുന്ന് തന്നെ അച്ഛൻ്റെ ഡ്രൈവറെ വിടും. നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മൾ പറഞ്ഞാൽ മതി, ഉടനെ ഡ്രൈവറെ വിട്ട് വണ്ടി വിടും.
രാവിലെ മഴയുണ്ടായിരുന്നു, എന്നിട്ടും ആൾക്കാർ സ്വിമ്മിങ് വന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ അവരെ കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്ന കോച്ചും അവിടെ ഇരിപ്പുണ്ട്. പഠിപ്പിക്കുന്ന ഒരു സൈഡിലുണ്ട്, അല്ലാതുണ്ട്. നല്ലൊരു ലൈഫ് ലോങ് ഈ ക്ലബിൽ മെമ്പർഷിപ്പിന് 7 lakh. ഞങ്ങൾ അവിടെ റിസപ്ഷനിൽ ഇരിക്കുമായിരുന്നു. അപ്പം വണ്ടി വന്നെന്നും പറഞ്ഞ് കോള് വന്നു. അപ്പോൾ എൻ്റെ ഫോട്ടോ എങ്ങനെയുണ്ട് അവിടെ നിന്ന് ഞാൻ പറഞ്ഞ എടാ പ്രീസ എൻ്റെ ഫോട്ടോ എന്നെടുക്കണമെന്ന്. അപ്പോൾ എടുത്ത ഫോട്ടോയാ, എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കണേ. നമുക്ക് ദാനമായി തന്നെ സന്തോഷമുള്ളവരൊക്കെ കണ്ണുകളിൽ അടച്ച് കർത്താവിന്റെ വായ്കളെ തുറന്ന് നന്ദി പറഞ്ഞാട്ടെ. അപ്പോൾ ഊണെന്ന് പറയുന്നത് ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ച നാട്ടിൽ ഒരു സാധാ ഊണ്, ഒരു കല്യാണ സദ്യ കഴിക്കണമെന്ന്. അപ്പോൾ അത് ഇന്ന് പറ്റി. എന്തുവാന്നേലും നാട്ടിലുള്ളവർക്കെല്ലാം അറിയാമല്ലേ എങ്ങനെ. ഇവിടെ അതുപോലെ ചൈനീസ് കൗണ്ടർ ഒരിടത്ത്, നോൺ വെജ് ഒരിടത്ത്, വെജ് ഒരിടത്ത്. പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ടൊരു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ലൈനിൽ നിന്നോണ്ട് ഞാനും പോയി. അപ്പോൾ ഡാഡിയെ വാഷ്റൂമിൽ കൊണ്ടുപോകാനായിട്ട് റേച്ചാൻ പോയി. അപ്പം ഞാനും പ്രൈസമ്മോനും, പോൾമോനില്ലായിരുന്നു, പോൾമോനും അവരെല്ലാം കൂടെ പോയത്. ഞാനും പ്രൈസമ്മോനും കൂടെ ലൈനിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞു താട്ടെ ഇങ്ങനെ. അപ്പോൾ ആദ്യം കട്ട്ലേറ്റ്, ആദ്യത്തെ കൗണ്ടറിൽ കട്ട്ലേറ്റ്, സള്ളാസ്, പിന്നെ അപ്പം, പൊറോട്ട. ഞാനപ്പോൾ ഒരപ്പം എടുത്ത് ഒരു പൊറോട്ട എടുത്ത്. എന്നിട്ട് അവിടെ ഇരിക്കുന്നത് ഫിഷ് മോളിയായിരുന്നു. ഞാൻ ചിന്തിച്ചു ചിലപ്പോൾ ഇതിന് ഫിഷ് മോളി ആയിരിക്കും കറിയെന്ന്. എന്നിട്ട് പുലാവ് ഉണ്ടായിരുന്നു, ഇച്ചിരി പുലാവും എടുത്ത്. മട്ടൻ ബിരിയാണിയായിരുന്നു, അതും എടുത്തിട്ട്. ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ അപ്പുറത്തെ അതെല്ലാം തീർന്ന് ഇങ്ങോട്ട് തന്നെ കാണാം സാധാ കുത്തിരി ചോറ് ഊണ്. ഞാൻ പറഞ്ഞു അയ്യോ ഇങ്ങനെ ഇവിടെ സാധാ ഊണുണ്ടായിരുന്നോ. അപ്പോൾ ആ പിള്ളേരെല്ലാം കൂടെ അവിടെ നിന്ന് ഒറ്റ ചിരി. ഞാൻ പിന്നെ എന്തോ ഇതൊന്നോ അവിടെ പോയി അവിടെ ഇരുന്നിട്ട് ആ ഒരു പൊറോട്ടയും അപ്പവും. അപ്പോൾ ഈ കൗണ്ടറിൽ അപ്പത്തിൻ്റെ കൂടെ താറാവ് കറിയായിരുന്നു. ഇവിടെ ഫിഷ് മോളിയും അവിടെ താറാവ് ആയിരുന്നു. എനിക്ക് ആ താറാവ് കറി ആയിരുന്നു. പോൾമോൻ പറഞ്ഞു താറാവ് കറി നല്ലേ മമ്മി, അവിടെ താറാവ് കറി ഇരിപ്പുണ്ടെന്ന്. അവന് വന്നാണ് പൊറോട്ടയും താറാവ് കറിയും കൂടെ അവനെടുത്തത്. പിന്നെ ഞാൻ പൊറോട്ട ഇതും കഴിച്ചിട്ട് എൻ്റെ ആ കൊതി കൊണ്ട് ഞാൻ ബിരിയാണിയും ഇതും അങ്ങ് സൈഡിലോട്ട് അങ്ങ് മാറ്റിയിട്ട് ഇച്ചിരി ചോറും ഇച്ചിരി മീൻചാറും ബീഫ് റോസ്റ്റ്, കാബേജ് തോരൻ, എരിശ്ശേരി, പപ്പടം ഇതെല്ലാം കൂടെ കൂട്ടി ഞാൻ ഇച്ചിരി കഴിച്ച്. അമ്മക്കതല്ലേ ഇഷ്ടം. പിന്നെ ഞാൻ റീച്ചടുത്ത് പറഞ്ഞു ഡാഡിക്കും അത് കൊടുക്കുക റീച്ച, അല്ലാതെ. പിന്നെ ഡാഡി അടുത്ത് ചോദിച്ചു ഏതാ വേണ്ടിയത്. അപ്പം ഡാഡി പറഞ്ഞു ഏതാണെങ്കിലും മതിയെന്ന്. ഞാൻ പറഞ്ഞ ആ ബിരിയാണിയൊക്കെ നല്ലത് ഇതാണെന്ന് പറഞ്ഞ്, സാധാ ഊണാന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ചു. പ്രൈസൻ്റെ വയറെന്ന് പറയുന്നത് അവൻ ഈ കൂൾ ഡ്രിങ്ക്സും അതൊക്കെ കഴിച്ച് സ്നാക്സും കഴിച്ച് പൊറോട്ട എടുത്തിട്ട് ഒരു പൊറോട്ട കഴിച്ചതേ ഉള്ളൂ. കുഞ്ഞു പൊറോട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ വയറ് നിറഞ്ഞ് ഞാൻ അന്നേരം അവൻ്റെ പ്ലേറ്റിലിട്ട്, അവൻ്റെ ബാക്കിയുണ്ട്. എൻ്റെ അകത്തുനിന്നും കുറച്ച് മട്ടൻ ബിരിയാണിയൊക്കെ അതിൻ്റെ അകത്തിട്ട് അവൻ്റെ പ്ലേറ്റ് അവിടെ നിറഞ്ഞിരിക്കുന്നത്. അവൻ കഴിച്ചില്ല. പിന്നെ അവൻ പോയി പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കഴിച്ചു. ഞങ്ങളിവിടെ ഈ കടൽ തീരത്ത് വെളിയിലിരുന്ന കഴിച്ചേ. ബാക്കി എല്ലാവരും അകത്ത് ഹോളുണ്ടായിരുന്നല്ലേ അവിടെ പോയിരുന്നു. കാറ്റ് വന്നപ്പോൾ ഇതെല്ലാം മറിഞ്ഞു പോയി കിടക്കുമായിരുന്നു. പിള്ളേർക്കൊക്കെ ഇതല്ലേ ഇഷ്ടം, ഐസ്ക്രീമും അലുവായും. അവൻ അത് കഴിക്കാതെ പിന്നെ ഇതെടുത്തോണ്ട് വന്നിരുന്ന് കഴിച്ച്. അവൻ്റെ പ്ലേറ്റിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സാധാ ഊണ് കഴിക്കേണ്ട കൊതി കൊണ്ട് ഞാൻ എൻ്റെ മട്ടൻ ബിരിയാണി അതൊക്കെ ഞാൻ അവൻ്റെ പ്രൈസൻ്റെ പ്ലേറ്റിലോട്ട് എടുത്തിട്ട് എന്നിട്ടാണ് ഞാൻ പോയി ഇച്ചിരി ചോറെടുത്തത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും വില്ല അതുപോലെ അപ്പാർട്ട്മെൻറ്റ്
ഇങ്ങനെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിലോ വെക്കാൻ താല്പര്യമുണ്ടെങ്കിലോ ഈ നോയൽ കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോടത്ത് ചോദിച്ചിട്ട് ചെയ്താലും മതി. നല്ല അഭിപ്രായം എല്ലാവരും പറയുന്നത്. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. എൻ്റെ ഡാഡിയുടെ സിസ്റ്ററുടെ മോന ഈ നോയലിൻ്റെ മുതലാളി. അപ്പം ഞാനൊന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇങ്ങനെ ഇത്രയൊക്കെ ഈ ഇതിനെപ്പറ്റി പറഞ്ഞ ഉടനെ ഞാനൊന്ന് നിങ്ങളോട് പറഞ്ഞതന്നേ ഉള്ളേ. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വീട് വാങ്ങിക്കാനോ വെക്കാനോ അപ്പാർട്ട്മെൻറ്റുകൾ വാങ്ങാനോ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ തിരുവല്ല, കോട്ടയം, കൊച്ചി ഇവിടെയൊക്കെ ഉണ്ട് ബ്രാഞ്ച്. ഓക്കെ. ഇവിടെ എല്ലാം മഴ പെയ്ത് വെള്ളം പൊതഞ്ഞ് കിടക്കുക. ഇങ്ങനെ നമ്മൾ ചവിട്ടുമ്പോഴേ പൊതഞ്ഞ് പോകും. അപ്പോൾ ഒരു മഴ പെയ്തുകൊണ്ട് ഇവിടുത്തെ എല്ലാം കസേരകളെല്ലാം മറിഞ്ഞു പോയി. അത്രയ്ക്ക് കടൽ കാറ്റെന്ന് കേട്ടിട്ടില്ലേ, അതുപോലുള്ള കാറ്റായിരുന്നു മഴ പെയ്തപ്പം. ആൾക്കാരെല്ലാം ഓടുമായിരുന്നു. ഈ സ്പീക്കറും ഇതെല്ലാം മറിഞ്ഞു വീഴുമായിരുന്നു. കണ്ടേ, കടൽ കണ്ടോ? കടലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ കല്യാണം നടന്നത്. തിര തല്ലുന്നുണ്ടോ? അല്ലേ, നല്ല എന്തോ കാറ്റ്. നമ്മൾ ഡ്രസ്സൊക്കെ പറന്നു പോകുന്നു. കഴിച്ചാടുത്ത് കഴിക്കുന്നേ ഉള്ളൂ. അങ്ങനെ അങ്ങോട്ട് പോട്ടെ. അടുത്ത മഴ വരുന്നുണ്ട്. ഇന്നലെ ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. നമ്മൾ ചിന്തിച്ചില്ല കല്യാണത്തിന് വരാൻ പറ്റുമെന്ന്. എന്നാലും സ്റ്റാർട്ടിങ്ങിൽ ഇത്ര മഴയായിരുന്നു. ഇപ്പം നട തോന്നി നിൽക്കുക. ദൈവം ഇത്രയും പേര് വരാനുള്ളവരൊക്കെ വരാൻ പറ്റിയില്ല. ഓക്കെ. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാനില്ലേ ഇത് വെള്ളത്തിൽ വീണ കോഴി പോലെ ഞാനിരിക്കുന്നത്. ഇല്ല മരുന്ന് കഴിച്ചതുകൊണ്ട്, ഗുളിക കഴിച്ചതുകൊണ്ട്. എന്നിട്ട് 4:30 കഴിഞ്ഞോണ്ടേ വന്നിട്ടൊന്ന് കീറി കിടക്കണമെന്ന് പറഞ്ഞാൽ വന്നത്. തലവേദനയൊക്കെ എടുത്തിരിക്കുക. പിന്നെ വൈകുന്നേരം ആണേ 4:30 വന്ന് ഒരു 6 മണിയാകുമ്പം പിന്നെ ഡാഡിയുടെ ഇളയ സിസ്റ്റർ കാലൊടിഞ്ഞ് ഇരിക്കുക. അപ്പം പുള്ളിക്കാരി കല്യാണത്തിന് വന്നില്ല. അടുത്തായി ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അവിടെ പോയി പുള്ളിക്കാരിയെ കാണണമെന്ന് ഉണ്ട്. അങ്ങനെ അമ്മാമ്മയും കാണാൻ പോയി. അതിനുശേഷം പിന്നെ എനിക്കാണെങ്കിൽ വിശപ്പേ ഇല്ലായിരുന്നു. എങ്ങനെയും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള ഇതാണ് എനിക്ക്. കാരണം വണ്ടി ഇരുന്ന് മൊത്തം ഇങ്ങനെ ഞാൻ ഉറങ്ങിയേ ഇരിക്കുന്നത്. നമുക്കൊന്നും ആസ്വദിച്ചൊന്നും അവിടെ ഒന്നും കാണാനോ ഒന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, മെഡിസിൻ കഴിക്കേണ്ടത് തലവേദനയാണെങ്കിലും ഒരു മെഡിസിൻ കഴിക്കണമെങ്കിൽ വല്ലതും കഴിക്കണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിച്ചാൽ ഉച്ചയ്ക്ക് കഴിച്ചാൽ അപ്പോൾ അങ്ങനെ ഒക്കത്തില്ല, എന്തെങ്കിലും കഴിച്ചിട്ട് ഗുളിക കഴിച്ചാൽ മതി നിർബന്ധിച്ച്. ആദ്യം നമ്മൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് വെളിയിൽ പോയി തട്ടുകടയിലും കാണാൻ പോയി വല്ലതും ഒന്ന് കഴിക്കാം. പിള്ളേർക്കൊക്കെ ഒരു ആഗ്രഹമാണല്ലോ. പക്ഷേ മഴയും ഉണ്ടായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ കല്യാണ സമയത്ത് അന്തരീക്ഷം കുറച്ച് കല്യാണം നടന്നുകൊണ്ടിരുന്ന ഒരു മഴയുണ്ടായിരുന്നു. പിന്നെ അതങ്ങ് നിന്നു. പിന്നെ ഞങ്ങൾ കയറി വന്നാലും മഴയായിരുന്നു. അപ്പം മഴയായതുകൊണ്ട് എനിക്കും പിന്നെ വീണ്ടും അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ വയ്യ. രാത്രി നമ്മളങ്ങനെ പ്ലാൻ ചെയ്തത് നമുക്ക് വെളിയിൽ പോയി ഒന്ന് ഫുഡ് കഴിക്കാമെന്ന്. കഴിച്ചാൽ പറഞ്ഞു വയ്യെങ്കിൽ എന്നാൽ പോട്ടെ നമുക്ക് റൂമിൽ ഇവിടെ വാങ്ങിച്ച് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് പിന്നെ ഓർഡർ ചെയ്യുമായിരുന്നു. നമ്മുടെ പ്ലാൻ പോലെ അല്ലല്ലോ ഒന്നും നടക്കുന്നത്. ഈ ഫുഡ് അവരൊക്കെ പലരും പലതാ വാങ്ങിച്ചത്. വെജ് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചവരുണ്ട്, പിള്ളേർ നൂഡിൽസ് വാങ്ങിച്ചു. ഞാൻ അപ്പവും കുറുമയുമാണ് വാങ്ങിച്ചത്. അയ്യോ ഒത്തിരി ഉണ്ടല്ലോ എൻ്റെ ദൈവമേ. 2 അപ്പത്തിനുള്ള കറിയായത്. അയ്യോ ഒത്തിരി ഉണ്ട്. ഞാൻ ഇളക്കിയിട്ട് കാണിക്കാമേ. ഞാൻ പക്ഷേ അപ്പം ഉദ്ദേശിച്ചത് നമ്മുടെ ഇതിൽ നടുക്ക് ഇത്തിരി ഇങ്ങനെ ഈ പാലപ്പം ഉണ്ടല്ലേ അതുപോലുള്ളതാണ് ചിന്തിച്ചത്. പക്ഷെ അപ്പോൾ നല്ലതായിരുന്നു. കുറുമ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.